ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. രാവിലെ കിട്ടിയില്ലേ? പോ. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യന് സമയമില്ലാത്ത നേരത്തെ വന്നിട്ടാണ് ഇയാൾ ഒരു കിന്നാരം പറച്ചില്. പരദൂഷണം പറയാനേ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. ഫ്ലാഷ് ബാക്ക്. ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. അതിൽ ആ രീതിയിൽ പിഴവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് നൽകണം. ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്, എപ്പോൾ, എങ്ങനെ പരിശോധിച്ചു, മറ്റുള്ള അതിന്റെ അനുബന്ധമായി നടന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നൽകണമെന്നുള്ളത് DMEയോട് ആവശ്യപ്പെട്ടു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ DHSനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമായിട്ട് കാണുന്നു, വളരെ ഗൗരവമായി കാണുന്നു. ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. ഇതിനൊരു അവസാനമില്ലേ? ശ്രീനയോട് ഞാൻ സംസാരിച്ച് ഞങ്ങളൊരു ഗവൺമെന്റിന്റെ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുത്ത് അർഷിനെ അറിയിക്കും എന്നുള്ളത് പറഞ്ഞു. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കും. അത് കർശനമായിട്ടുള്ള നടപടിയായിരിക്കും. സർ, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് കാണുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് പ്രഹസനമാണ് സജി! എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. ഇതിനായി സംസ്ഥാന തലത്തിൽ ഡ്രൈ ഡേ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിദ്യാലയങ്ങളിലും ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണ സംവിധാനവും തദ്ദേശ വകുപ്പുമായും ആരോഗ്യ വകുപ്പിന് ഏകോപനമില്ലാത്ത പ്രശ്നം വരുന്നു സാർ. ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ PM3 അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സാർ. ഈ നാട്ടിൽ നിന്ന് പൊക്കണം, എന്റെ കയ്യിൽ കിട്ടിയ വെട്ടിക്കൊന്നേ കെട്ടിത്തൂക്കും. പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തുള്ളതുമാക്കുന്നതിനായി സർക്കാർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതുണ്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടണടാ. രോഗവ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പഠിക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഓരോ രോഗത്തിന്റെയും കാലാവസ്ഥാപരമായ പ്രവണതകൾ ഉൾപ്പെടുത്തി എപ്പിഡമിക് കലണ്ടർ തയ്യാറാക്കുക. നന്നായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.